രണ്ട് സിറ്റിംഗ് എംഎൽഎമാർ ഏറ്റുമുട്ടുന്നു എന്നതാണ് വടകര പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ ഇത്തവണ ശ്രദ്ധേയമാക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF പോരാട്ടത്തിന് ഇറങ്ങുന്നത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പാർലമെന്റ് മണ്ഡലമായ വടകര കേരളം ഉറ്റുനോക്കുന്ന പോരാട്ടത്തിനു കൂടിയാണ് ഇത്തവണ കളമൊരുങ്ങുന്നത്. തലശ്ശേരി, കൂത്തുപറമ്പ്, വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇതിൽ വടകര നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് UDFന് ഒരു MLA ഉള്ളത്. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥാനാർത്ഥിയായിരുന്നപ്പോഴാണ് 3306 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് UDF വിജയം സ്വന്തമാക്കിയത്. 2019 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ വിജയം. ഇത്തവണ കേരളത്തിന്റെ അതിജീവനത്തിന് കരുത്തു പകർന്നു നൽകിയ KK ശൈലജ ടീച്ചർ LDFനായി കളത്തിലിറങ്ങുമ്പോൾ UDFനു വേണ്ടി ഷാഫി പറമ്പിലാണ് മത്സരരംഗത്ത്. BJPയുടെ പ്രഫുൽ കൃഷ്ണയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. K മുരളീധരൻ ഏറെ ആഗ്രഹിച്ച മണ്ഡലം ഫ്ലെക്സ് ബോർഡുകൾ വരെ പതിപ്പിച്ചതിനും പ്രചാരണം ആരംഭിച്ചതിനും പിന്നാലെയാണ് ഷാഫി പറമ്പിലിന് വിട്ടുനൽകുന്നത്. അത് മണ്ഡലത്തിലെ UDFകാർക്ക് പോലും അതൃപ്തിയുണ്ടാക്കുന്നു. 2 സിറ്റിംഗ് MLAമാർ ഏറ്റുമുട്ടുന്നു എന്നതാണ് വടകര മണ്ഡലത്തിന്റെ പ്രത്യേകത. ഒരു കാലത്ത് കോലീബി സഖ്യത്തെ അതിജീവിച്ച് മികച്ച വിജയം LDF സ്വന്തമാക്കിയ മണ്ഡലം കൂടിയാണ് വടകര. ഇടയ്ക്ക് കൈവിട്ടുപോയ മണ്ഡലം വർഷങ്ങൾക്കിപ്പുറം തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് KK ശൈലജയെ പോരാട്ടത്തിനായി LDF കളത്തിലിറക്കിയിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.